നിങ്ങൾ തന്നെ ഇന്നുണ്ടായിരിക്കുന്ന ഈ സൈക്കാട്രിക് സിക്നസ്സസ് ശ്രദ്ധിക്കുക. ആ സൈക്കാട്രിക് സിക്നസ്സസ് എല്ലാം ആകുലത എന്ന് പറയുന്നത് ഇന്ന് ഒരു മാനസിക രോഗമാണ്. ആ മാനസിക രോഗത്തിൻ്റെ ആഴം പഠിക്കുകയാണെങ്കിൽ എവിടെയാണത്? അത് ചിന്തകളുമായി ബന്ധപ്പെട്ട് കിടക്കുകയില്ല. ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഡിപ്രഷനുമായുള്ള ബന്ധത്തിൽ നമ്മൾ പറയും, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പറയും, സെറട്ടോണിന്, ആക്സിറ്റോസിന്, എൻഡോർഫിൻ, ഇങ്ങനെയുള്ള ഹോർമോൺസ്, എൻസൈംസ്, ഇതിനൊക്കെ അതിൻ്റെ ഉൽപ്പാദനവുമായുള്ള ബന്ധത്തിൽ ക്രമമാറ്റം സംഭവിച്ചിരിക്കുന്നു. ആകമാനം ഒരു കുലുക്കം സംഭവിച്ചിരിക്കുന്നു. അത് ഒന്നുകിൽ കൂടുതൽ പുറപ്പെടുവിക്കുന്നു, ഇല്ലെങ്കിൽ അത് പുറപ്പെടുവിക്കുന്നതേയില്ല. അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ വൈദ്യശാസ്ത്രം അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അത് ആരംഭിക്കുന്നത് എവിടെയാണ്? ഡിപ്രഷൻ ആരംഭിക്കുന്നത് എവിടെയാണ്? ചിന്തകളിലല്ലേ? ആ വ്യക്തി ചിന്തിച്ചു തുടങ്ങുകയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാനാകെ പരാജയമാകുന്നുവല്ലോ, ഞാൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല, എനിക്കിനി പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ ആവർത്തിച്ച് ചിന്തിച്ച് ആ ചിന്തയിൽ നിന്നല്ലേ ഈ ഹോർമോൺ പ്രൊഡക്ഷനിലൊക്കെ ഇംബാലൻസസ് വരുന്നത്, സെറട്ടോണിൻ്റെ ഉൽപ്പാദനത്തിലൊക്കെ ക്രമരഹിതമാകുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ചിന്തകളിൽ നിന്നല്ലേ അത് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിലയിലുള്ള നിഷേധാർത്ഥകമാകുന്ന ചിന്തകൾ മുഖാന്തരമാണ് പല രോഗങ്ങളും മനസ്സിലും ശരീരത്തിലും വെളിപ്പെടുന്നത്.